എല്ലാവർക്കും നമസ്കാരം. ജി ടൈൽസിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്ത്യൻ വിമൻ ഇൻ ബ്ലൂ കപ്പ് തൂക്കിയിരിക്കുകയാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025. ആദ്യമായിട്ടാണ് നമുക്ക് വിമൻ ടീം കപ്പിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2017 എനിക്ക് തോന്നുന്നത്, ലോർഡ്സിൽ നടന്ന മത്സരം. അന്ന് ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടേണ്ടി വന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് തന്നെയായിരുന്നു 2017 നടന്നത്. ചെറിയൊരു സ്കോറിനാണ് അന്ന് ഇംഗ്ലണ്ടിനെ ഫസ്റ്റ് ഇന്നിങ്സ് അവർ അവസാനിപ്പിച്ചത്. 228 എന്തോ. അന്ന് വെറും 9 റൺസ് അകലെ നമ്മൾ ഓൾ ഔട്ടായി. അന്ന് ഭയങ്കര എന്താ പറയുക, കുറേയധികം വിഷമമുണ്ടായ ഒരു ദിവസം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് 2025 അത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ് എഡിഷൻ, അവിടെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയം നവി മുംബൈയിൽ നമ്മളിന്ന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വിമൻ കപ്പടിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ പുറകിലായിരുന്നു. അത് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുണ്ടായിരുന്നു. മറ്റ് ആകെ 8 ടീമുകളുണ്ട്. അപ്പോൾ ആ ടീമുകളോട് നമ്മൾ പല പരാജയങ്ങളുണ്ടായിരുന്നു. 3 മത്സരങ്ങൾ ജയിച്ചു, 3 മത്സരങ്ങൾ തോറ്റു, ഒരെണ്ണം സമനിലയായിപ്പോയി. ബംഗ്ലാദേശിനോട് സമനിലയായിപ്പോയി. അത് നോക്കുകയാണെങ്കിൽ വളരെ കരുത്തരായ 3 ടീമുകളുടെ ഒപ്പമാണ് നമ്മൾ സെമി ഫൈനലിലേക്ക് 4ാം സ്ഥാനക്കാരായിട്ട്, അവസാന സ്ഥാനക്കാരായിട്ട് യോഗ്യത നേടുന്നത്. ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നു. ഈ 3 പേരോടും ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ പരാജയപ്പെട്ടു. അതിൽ ചിലതൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ നല്ല മത്സരം തന്നെയായിരുന്നു. കുറേ 300-ന് മുകളിൽ സ്കോർ ചെയ്ത മത്സരങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും പരാജയമായിരുന്നു ഫലം. ബാക്കി 3 ടീമുകളോട് ആണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കരുത്തരായ 3 ടീമുകളോട് പരാജയപ്പെട്ടതാണ്, അവരാണ് സെമി ഫൈനലിൽ നേരിടാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും ടോപ്പ് ആയിട്ടുണ്ടായിരുന്ന ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സെമി ഫൈനലിൽ ഒരു അവിശ്വസനീയ വിജയം തന്നെയാണ്. അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു കൊളോണിയൽ ബാക്കിപത്രം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു മോണോപ്പൊളി എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കയ്യിൽ മാത്രമാണ് എപ്പോഴും കിരീടം പോകാറുള്ളത്. അപ്പോൾ ആ ഒരു അവർ 2 പേരും ഇല്ലാത്തൊരു ഫൈനലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്ത്യയോടൊപ്പം തന്നെ കോൺടെസ്റ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയും വളരെ മികച്ച പ്രകടനം, പ്രത്യേകിച്ച് അവരുടെ ക്യാപ്റ്റനൊക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇന്നും സെഞ്ചുറി അടിച്ചു, ഇതിനു മുമ്പും സെഞ്ചുറി നേടി അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണ് സ്കോർ ചെയ്തത് അവരാണ്. അപ്പം അവരും ഒട്ടും മോശമായിരുന്നില്ല. വളരെ കരുത്തരായിട്ടുള്ള ഇംഗ്ലണ്ടിനെ ആധികാരികമായിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഫൈനലിൽ 300-ന് മുകളിൽ അവർ സ്കോർ ചെയ്തു. വന്നിട്ട് ഇംഗ്ലണ്ടിന് ചെറിയ സ്കോറിൽ ഒതുക്കി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്ക ശരിക്കും പറഞ്ഞ ഫൈനലിലേക്ക് വരുന്നത്. ഇന്ത്യയുടെ ആണെങ്കിൽ നമുക്ക് അതിലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സെമി ഫൈനലായിരുന്നു അന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ ഒരിക്കലും അതെന്താ പറയുക, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ഡിവൈ പാട്ടീൽ സ്റ്റേഡിയം, അവിടെയൊക്കെ ഫസ്റ്റ് നമുക്ക് ടോസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവിടെ അവർ നല്ലൊരു സ്കോർ എത്തി, 330-ന് മുകളിൽ സ്കോറുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു. അത് പ്രത്യേകിച്ച് ജമൈമ റോഡ്രിഗസിൻ്റെ അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മികച്ച ഒരു പിന്തുണ നൽകിക്കൊണ്ട് ആണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഈ ഫൈനലിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പും നമുക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം പ്രതീക റാവൽ എന്ന് പറഞ്ഞ ഓപ്പണറാണ് ഈ ആദ്യ മത്സരങ്ങളിലൊക്കെ നമുക്കുണ്ടായിരുന്നു. അവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷേ അവർക്ക് ഇഞ്ചുറി വന്നിട്ട് അവർ പുറത്തായി. അപ്പോഴാണ് നമ്മുടെ പഴയ ഒരു എന്താ പറയുക, നല്ലൊരു ഓപ്പണിംഗ് ജോഡിയാണ്, സ്മൃതി മന്ദാനയുടെ കൂടെയുള്ള ഓപ്പണിംഗ് ജോഡിയാണ്. കഴിഞ്ഞ സെമി ഫൈനലിൽ അവർ കളിച്ചു, ഷെഫാലി വെർമ്മ. അവർ കഴിഞ്ഞ സെമി ഫൈനലിൽ അവർക്ക് കാര്യമായിട്ടൊന്നും തിളങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഫൈനലിൽ അവർ അടിപൊളി പ്രകടനമായിരുന്നു. അവരുടെ ടോപ്പ് സ്കോറായിരുന്നു. 83-86 റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിൽ 2 വിക്കറ്റ്സ് എടുത്തു. അതൊക്കെ എനിക്കറിയില്ല, അത് വളരെ ലക്കി എന്ന് പറയാൻ പറ്റില്ല, വളരെ നല്ല രീതിയിൽ ഹർമൻപ്രീത് അത് എക്സിക്യൂട്ട് ചെയ്തു. അവരെ കറക്റ്റ് മൊമെൻറ്റിൽ അവർ കൊണ്ടുവന്നു. അത് റണ്ണും വളരെ കുറച്ചേ വഴങ്ങിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കുറേയധികം മത്സരങ്ങളില്ല, അതിനു മുമ്പ് ആകെ 1 വിക്കറ്റ് എന്തോ ആണ് എടുത്തത്. ഇന്ന് 2 വിക്കറ്റ് എടുത്തു. അതുപോലെ ദീപ്തി ശർമ്മ എന്നും ഇന്ത്യക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ തന്നെയാണ്. ഒരു ഓൾറൗണ്ടർ
ഒരു ശരിക്കും ഒരു ഓൾറൗണ്ടറാണ്. ഇന്ത്യക്ക് മെന്നിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാർദിക് പാണ്ഡ്യ പറയുന്ന പോലെയാണ്. ദീപ്തി ശർമ്മ എപ്പോഴും ബൗളിങ്ങിൽ വിശ്വസിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബാറ്ററായിട്ടും നല്ല കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയിൽ എനിക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അവർ. അവരിന്ന് 5 വിക്കറ്റാണ് നേടിയത്. അതുമാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ നമ്മൾ 298 എത്തിയത്, 98 സ്കോർ ചെയ്തു എന്ന്. അത്രയും എത്തും എന്ന് ശരിക്കും പറഞ്ഞ് വിചാരിച്ചില്ല. കാരണം ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴും ഷഫാലി വർമ്മ 80 മുകളിൽ സ്കോർ ചെയ്തു. മറ്റൊരു സെക്കൻഡ് അർദ്ധ സെഞ്ചുറി നേടിയത് ദീപ്തി ശർമ്മയാണ്. മിഡിൽ ഓർഡർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു, അവസാനം വരെ പിടിച്ചു നിന്നു. അവസാന പന്തിലാണ് അവർ ഔട്ടാവുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഒരു ഗെയിം പുറത്തേട്ടെടുത്തു. ഇന്ന് ചില ക്യാച്ചൊക്കെ ഉണ്ടായിരുന്നു, വളരെ മികച്ച ക്യാച്ചുകളുണ്ടായിരുന്നു. നമ്മൾ ചില അവസരങ്ങൾ പോയെങ്കിലും നല്ല രീതിയിൽ തിരിച്ചടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ വളരെ മികച്ച ഒരു ഗെയിം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പാണെങ്കിൽ ഒരു സ്റ്റാർ പദവിയിലായിട്ട് വന്ന ജമൈമ റോഡ്രിഗസിൻ്റെ ഇന്നിംഗ്സാണ്. കഴിഞ്ഞ സെമി ഫൈനലിൽ അവർ സെഞ്ചുറി അടിച്ചു. പക്ഷേ വേറെയും കുറേയധികം ആൾക്കാരുണ്ട്. ഇതൊരു ടീം എഫേർട്ടാണ് എപ്പോഴും. ഹർമൻപ്രീത് കൊടുക്കുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട്, ഈ പരാജയങ്ങൾക്കിടയിലും വിജയത്തിലേക്ക് എത്തിച്ച ഒരു ഒരു നേതൃപാഠമൊക്കെ ഉണ്ട്. മറ്റൊന്ന്, പിന്നെ പല മിഡിൽ ഓർഡർ ബാറ്റേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ റിച്ച ഘോഷൊക്കെ അവരൊക്കെ വളരെ യങ്ങായിട്ടുള്ള ഒരു പ്ലെയറാണ്. അവർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെമി ഫൈനൽ മാത്രം എടുക്കുകയല്ല, അതിന് മുമ്പുള്ള ഗെയിംസിലൊക്കെ തന്നെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പാണെങ്കിലും ഓപ്പണർ, ഇപ്പോൾ ഇഞ്ചേർഡായിട്ട് പോയിട്ടുള്ള ഓപ്പണറൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്മൃതി മന്ദാന അതിന് മുമ്പ് നല്ല രീതിയിൽ ഗെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ടീം എഫേർട്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് എല്ലാവിധ ആശംസകളും. നമുക്ക് സന്തോഷിക്കാം വിമൻ ഇൻ ബ്ലൂ കപ്പടിച്ചത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ മുംബൈയിൽ വെച്ച് നടന്ന മത്സരമാണ്. പണ്ടൊക്കെ വിമൻ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ വിമൻ വേൾഡ് കപ്പാണെങ്കിലും എന്ത് മത്സരമാണെങ്കിലും നടന്നാലും കാണാൻ ആളുണ്ടാവില്ല. ഇന്ന് നവി മുംബൈയിൽ നടന്ന സ്റ്റേഡിയത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ക്ലോസായി, സോൾഡ് ഔട്ടായി. അത്രയും നല്ല രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സ്പോർട്സ് രംഗത്തിനും അതുപോലെ തന്നെ വളർന്നു വരുന്ന വിമൻ ക്രിക്കറ്റിനും ഒക്കെ തന്നെ ഒരു മുന്നോട്ടുള്ളൊരു പോക്കായിരിക്കും തീർച്ചയായിട്ടും. നല്ലൊരു ഊർജം പകരുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും